മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ 30ഓളം കുടുംബങ്ങൾ CPIM-ൽ. കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കുടുംബങ്ങളാണ് CPIM-ന്റെ ഭാഗമായത്. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കലിന്റെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം ആളുകൾ CPIM-ലെത്തിയത്. വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിത മേഖലയിൽ നിന്നും നിരവധി പേർ CPIM-ന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇലക്ഷന്റെ തൊട്ട് തലേദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപഭാരവാഹിയും ഉൾപ്പെടെ ആയിരുന്ന നസീർ ആലക്കലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. 30ഓളം കുടുംബങ്ങൾ CPIM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തുകയും പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. നിങ്ങൾ നേരത്തെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്ന ആൾ കൂടിയാണ്. എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്താനുള്ള കാരണം? ജനശബ്ദത്തിൻ്റെ ഭാരവാഹി ഇരുന്ന ദുരന്ത ബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു മാറ്റത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾ നിരന്തരം ഘട്ടങ്ങൾക്ക് സർക്കാരിനെതിരെ പോലും പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ സമരത്തിലൊക്കെ ഞങ്ങളുടെ ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ ഓരോ ഘട്ടമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. 5 സെൻറ്റ് എന്നുള്ളത് ഞങ്ങൾക്ക് 7 സെൻറ്റാക്കി ഭൂമി ഉയർത്തി തന്നു. അതുപോലെ 220 പേരായിരുന്നു ആദ്യഘട്ടത്തിൽ ലിസ്റ്റ് വന്നത്. പല ഘട്ടങ്ങളിലായിട്ട് 5 ഘട്ടങ്ങളിലായിട്ട് ഏകദേശം 500 ആളിലെത്തി. ഇനിയും ഞങ്ങളെ പല പ്രദേശങ്ങളിൽ ഞങ്ങളെ പല ആളുകളുണ്ട്. റട്ടപ്പാടിയിലും അട്ടമലയിലും മുണ്ടക്കൈയിലൊക്കെ കുറേ ആളുകളുണ്ട്. ഇവരെയും കൂടെ ഇനി ഗോപിമൂല ഇവിടെയൊക്കെ ഇവരെയും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി ഇനി ഒരു ലിസ്റ്റ് വേണം എന്നും കൂടെ ഒരു അഭിപ്രായമുണ്ട്. ഇത്രയും ഞങ്ങളെ പരിഗണിച്ച സർക്കാരിന് പിന്തുണ കൊടുക്കേണ്ട ഒരു ഘട്ടം ഇത് തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും പരിഗണിച്ച സർക്കാരിനും മുന്നണിക്കും പിന്തുണ നൽകിക്കൊണ്ട് CPM-ന് ചേർന്ന് പ്രവർത്തിക്കല്ല CPM-ആയി പ്രവർത്തിക്കാൻ തന്നെ തീരുമാനിച്ചത്. അന്ന് കോൺഗ്രസിന്റെ ഭാരവാഹി കൂടിയായിരുന്ന ആളാണ്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് KSUവിൽ നടക്കം ഉയർന്നു വന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ദുരന്ത ബാധിത മേഖലയിൽ നിന്നുള്ള ആളുകൾ കൂടിയാണല്ലോ താങ്കളുടെ കൂടെ വന്നിട്ടുള്ളത്? അല്ല, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ കോൺഗ്രസിൽ ജനിച്ച് കോൺഗ്രസിൽ മരിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ്, സത്യം. പക്ഷെ CPM-ന്റെ യഥാർത്ഥ ഈ ദുരന്ത ബാധിതരുടെ ഇതിനൊരു ഒരു അവസരമായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ദുരന്ത ബാധിതരുള്ള CPM-ന്റെ പരിഗണന കണ്ടിട്ട് തന്നെയാണ് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് എന്നാണ്. നോക്കി നിങ്ങൾ അതുപോലെ തന്നെ കോൺഗ്രസിനോടുള്ളൊരു പ്രതിഷേധമുണ്ട്. കോൺഗ്രസ് ഞങ്ങൾക്ക് 130 പേർക്ക് വീട് നൽകാമെന്ന് പറയുന്നത് ഇതുവരെ ഒരു ഭൂമി പോലും എടുത്തിട്ടില്ല. അവർ ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് ബിരിയാണി ചാലഞ്ചും മറ്റൊക്കെ ഉണ്ടാക്കി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. 1 സെൻറ്റ് ഭൂമി അവർക്ക് ഇന്നുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട MLA എന്നെ പത്രക്കാരോട് നിങ്ങളോട് തന്നെ പറയുന്നു, ഭൂമി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഏതാ ഭൂമി ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ പിന്നെ പറയാം. അതിൽ തന്നെ ഒരു കള്ളത്തരമില്ലേ? ഭൂമി പോലും കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ എങ്ങനെ ഞങ്ങളെ സഹായിക്കും? ഞങ്ങൾ 32 കുടുംബമാണ്. 32 കുടുംബമായിട്ട് 77 പേരാണ് ഇവിടെ തന്നെ വന്നിട്ടുള്ളത്. കോൺഗ്രസിനോടുള്ള പ്രതിഷേധം എന്നുള്ളതാണ് നസീർ ആലക്കൽ വ്യക്തമാക്കുന്ന കാര്യം. 32 കുടുംബങ്ങൾ ഈ CPM-ന്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.